ചില ദുഷിച്ച പ്രവണതകളും അങ്ങിങ്ങായി ഉണ്ടാകുന്നുവെന്നത് നാം ഗൗരവമായി കാണും. കാരണം, നമസ്കാരം. അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയും BJPയും അയോധ്യയെ രാഷ്ട്രീയമായി ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തി അത് വോട്ട് നേടാനുള്ള മാർഗമായി സ്വീകരിച്ചിരിക്കുന്നു. ഭക്തിയും ശ്രീരാമനും പ്രചരണ ആയുധമാക്കി വോട്ട് തട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു. ക്രിസ്തീയ വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പാക്കുവാൻ വേണ്ടി ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമായ ക്രിസ്തുമസും ഈസ്റ്ററുമെല്ലാം വളരെ ഗംഭീരമായി BJPക്കാർ കൊണ്ടാടുന്നു. എന്നാൽ ഈ അവസരങ്ങളിൽ ഒരിക്കൽ പോലും മണിപ്പൂരിലേക്ക് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല. പ്രധാനമന്ത്രി അടക്കമുള്ള BJPയുടെ നേതാക്കൾ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നില്ല. അഥവാ മണിപ്പൂരിൽ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം മരിച്ചു വീഴുമ്പോൾ പോലും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് ക്രൈസ്തവരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും വലതുപക്ഷ പാർട്ടികളും പറഞ്ഞു പരത്തുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് ചില രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കുറിച്ചും പറയുന്നത്. അതായത് UDFനെയും NDFനെയും മുഖ്യമന്ത്രി നിശിതമായി പല ഘട്ടങ്ങളിലും വിമർശിക്കാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി കരുവന്നൂർ ബാങ്കിൽ നടക്കുന്നത് എന്താണെന്ന് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. അടുത്തിടെ മുഖ്യമന്ത്രി കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് വളരെ ഘോരഘോരം സവിസ്തരം സംസാരിക്കുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി കരുവന്നൂരിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ CPM അണികൾ പോലും വിറങ്ങലിച്ചു നിന്നു എന്നുള്ളത് തന്നെയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് ഏത് വിധേനയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുവന്നൂരിലേക്ക് എത്തിയത് എന്നാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ച കണ്ട് അതിൽ അസൂയ പൂണ്ട ചില കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുവാൻ വേണ്ടി ചില അന്വേഷണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടത് കേരളത്തിൽ സഹകരണ മേഖലയെ തകർക്കണം, ഇടതുപക്ഷ മുന്നണിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സാമ്പത്തികമായി തകരുന്നു എന്ന് വരുത്തി തീർക്കണം, ഇടതുപക്ഷത്തെ കരുതേച്ച് കാണിക്കണം. ഇതിനു വേണ്ടി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുവന്നൂർ പോലുള്ള സഹകരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിയത് എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. കരുവന്നൂരിൽ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് എല്ലാ കാലത്തും ഭരിച്ചിരുന്നത്. ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ കേസിൽ അകത്ത് കിടക്കുന്ന PR അരവിന്ദാക്ഷൻ CPMന്റെ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന AC മൊയ്തീന് പോലും സഹകരണ ബാങ്കിൽ, കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ED കണ്ടെത്തിയിരുന്നത്. 24 മണിക്കൂർ നീളുന്ന ഒരു പരിശോധനയാണ് ED AC മൊയ്തീന്റെ വീട്ടിൽ നടത്തിയത്. വിലപ്പെട്ട പല രേഖകളും AC മൊയ്തീന്റെ വീട്ടിൽ നിന്നും EDക്ക് കണ്ട് കിട്ടുകയുണ്ടായി. അപ്പോഴൊന്നും ഇതേക്കുറിച്ച് യാതൊരു അക്ഷരം മറുപടി പറയാതിരുന്ന പിണറായി വിജയൻ ഈ വിഷയത്തിൽ കൃത്യമായി CPMലെ പല ഉന്നതരും പെടും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. കരുവന്നൂർ കേസിൽ സർക്കാരിലെ ഉന്നതരായ അല്ലെങ്കിൽ CPMലെ ഉന്നതരായ പല ആളുകൾക്കും ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കരുവന്നൂർ ബാങ്കിലെ സെക്രട്ടറിയെ കരുവാക്കി നിർത്തിക്കൊണ്ട് ഏതാനും ചില തൊഴിലാളികളെയും ജീവനക്കാരെയും കരുക്കളാക്കി മാറ്റിക്കൊണ്ട് CPMലെ സമുന്നതരായ നേതാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയും CPM ഇതുവരെയും ശ്രമിച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലെത്തി. ഈ കേസിൽ മുഖ്യപ്രതി എന്നാരോപിക്കപ്പെടുന്ന ഒരാളെ അവർ മാപ്പുസാക്ഷിയാക്കി മാറ്റി. അവർക്ക് താല്പര്യമുള്ള, അതായത് അന്വേഷണ ഏജൻസികൾക്ക് താല്പര്യമുള്ള ആളുകളുടെ എല്ലാവരുടെയും പേര് പറയുവാൻ വേണ്ടി ഈ മാപ്പുസാക്ഷി ആക്കിയ ആളെ നിർബന്ധിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. സാധാരണഗതിയിൽ കുറ്റക്കാരൻ എന്ന് ആരോപിക്കുന്ന ആളെയാണല്ലോ കൂടുതൽ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ തടവിൽ വയ്ക്കുകയും എല്ലാം ചെയ്യുക. ഇത് അങ്ങനെ ചെയ്യാതെ ആ ആളെ, അതായത് കുറ്റക്കാരൻ എന്ന് ആരോപിക്കുന്ന ആളെ, സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ആളെ മാപ്പുസാക്ഷിയാക്കി മാറ്റുകയും അന്വേഷണ ഏജൻസികൾക്ക് താല്പര്യമുള്ള ചില ആളുകളുടെ പേരുകൾ ഈ മാപ്പുസാക്ഷിയിൽ നിന്നും പറയിപ്പിക്കുകയും അല്ലെങ്കിൽ മാപ്പുസാക്ഷിയെ കൊണ്ട് വളരെ നിർബന്ധപൂർവ്വം പറയിപ്പിക്കുവാനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും
പ്രതികളാക്കി അല്ലെങ്കിൽ അവരെ കുറ്റവാളികളാക്കി നിർത്തിക്കൊണ്ട് ഇതിനു പുറകിൽ പ്രവർത്തിച്ച CPM-ന്റെ ഉന്നതരായ നേതാക്കളെ രക്ഷിച്ചെടുക്കുക എന്നുള്ള തന്ത്രമായിരുന്നു മുഖ്യമന്ത്രിയും CPM-ഉം ഈ കാര്യത്തിൽ അവലംബിച്ചിരുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും CPM-നകത്തു നിന്ന് തന്നെയുള്ള പല ആളുകളും പറയുന്നത്. മുഖ്യമന്ത്രിയുടെയും CPM-ന്റെ ഉയർന്ന പാർട്ടി വക്താക്കളുടെയും ലക്ഷ്യം അത് തന്നെയായിരുന്നു. കരുവന്നൂർ ബാങ്കിൽ സെക്രട്ടറി ആയിരുന്ന സുനിൽ കുമാർ CPM-ന്റെ അനുഭാവിയായിരുന്നു, CPM പ്രവർത്തകനായിരുന്നു. പക്ഷേ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED കരുവന്നൂർ ബാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സെക്രട്ടറി സുനിലിനെ തന്നെയാണ് കൂടുതൽ ചോദ്യം ചെയ്യുകയും സുനിലിന് ഈ കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയുകയും ചെയ്തു. എന്നാൽ സുനിലിലൂടെ CPM-ന്റെ പ്രധാനികളായ പല നേതാക്കളും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുകയായിരുന്നു, ക്രമക്കേട് നടത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാപ്പുസാക്ഷിയാക്കി മാറ്റിയ സെക്രട്ടറി ED ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ഇതര അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലും മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ കേസിൽ അകത്ത് കിടക്കുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്ന PR അരവിന്ദാക്ഷനും ഇനി ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ കേസിൽ ആരൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, CPM-ന്റെ ഉന്നതരായ ഏതെല്ലാം നേതാക്കളാണ് ഈ കേസുമായി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും കൃത്യമായ വിവരങ്ങൾ അരവിന്ദാക്ഷൻ EDക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്രയും നാള് കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി പോലും അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും നടത്താതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതും ഇത് തന്നെയാണ്. പലർക്കും ആർത്തി കൂടിയിരിക്കുന്നു, കാശിനോടുള്ള ആർത്തി കൂടി പല ക്രമക്കേടുകളും നടത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗം തുടർന്നു കൊണ്ടുപോകുന്നതും. അതായത് CPM-നകത്ത് തന്നെയുള്ള ചില അണികളെ കരുവാക്കി സമുന്നതരായ നേതാക്കളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു ഇവിടെ മുഖ്യമന്ത്രിക്ക് എന്നറിയുന്നു. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിൽ പിടിമുറുക്കിയതോടുകൂടി മുഖ്യമന്ത്രിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കുന്നു. പക്ഷേ ഇതിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തുന്നു. അത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നു. തൃശൂരിൽ BJPക്ക് ജയിക്കുവാൻ വേണ്ടി CPM-ന്റെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് BJP ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരായ രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞു വരുത്തുന്നത്. UDF-ലെ പലരും ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ നീക്കുപോക്കുകൾ നടത്തി തൃശൂരിൽ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയാണെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി CPM-ന്റെ സമുന്നതരായ നേതാക്കൾക്കെതിരെയുള്ള എല്ലാ കേസുകളും തേച്ചുമാച്ച് കളയുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. BJPയുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു നീക്കം ഉണ്ടാകുന്നതിന് പ്രതിഫലമായി BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ദൗത്യമാണ് CPM ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള പിന്നാമ്പറ കഥകളാണ് പലയിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ CPM-ന്റെ അണികളെ പോലും തള്ളിപ്പറയുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPM-നകത്തു നിന്ന് തന്നെ ഉയരുന്ന ചില അടക്കം പറച്ചിലുകൾ. മുഖ്യമന്ത്രി പറയുന്നത് ഇത് തന്നെയാണ്. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്, ഏതൊക്കെ ജീവനക്കാരാണോ അഴിമതി നടത്തിയത്, തട്ടിപ്പിന് കൂട്ടുനിന്നത്, അവരെയാണ് കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ടതും അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതും അവരാണ് നിയമ നടപടിക്ക് വിധേയരാകേണ്ടതും. എന്നാൽ അവരെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ചില ആളുകളുടെ പേര് പറയുവാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. അതുകൊണ്ട് തന്നെ ED പേരെഴുതി കൊടുത്ത പലരുടെയും പേരുകൾ ഈ മാപ്പുസാക്ഷിയായ ആളുകൾ പറയുന്നു. അവര് CPM-നെ പ്രതിരോധത്തിലാഴ്ത്തുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളും പറയുന്നത്. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാഴ്ത്തി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി CPM-ന്റെ ഉന്നത നേതാക്കൾക്കുള്ള ബന്ധം പുറത്തു വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ തൃശൂരിൽ നിന്നും വിജയിപ്പിച്ചു വിടുവാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കണം പിണറായി വിജയനും കൂട്ടരും എന്ന് തന്നെയാണ് ഈ കേസിൽ രാഷ്ട്രീയ എതിർകക്ഷികൾ പിണറായി വിജയനും CPM-നും എതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇക്കുറി കേരളത്തിൽ നിന്നും 3 സ്ഥാനാർത്ഥികളെയെങ്കിലും പാർലമെന്റിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ താല്പര്യം. അതിനുവേണ്ടി അരയും തലയും മുറുക്കി BJPയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ കേരളത്തിൽ നിറഞ്ഞാടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പലകുറി കേരളം സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ പ്രഖ്യാപിത ലക്ഷ്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കളെ പലവിധ കേസുകളിലും സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു BJP എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന അടക്കം പറച്ചിലുകൾ.
ഇത്തരം വാർത്തകൾക്ക് സ്ഥിരീകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും BJP സ്ഥാനാർത്ഥികൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഒത്താശയോട് കൂടി തന്നെ വിജയിക്കും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സമുന്നതരായ പല നേതാക്കളുടെയും തലകൾ ഇനിയും ഉരുളും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിവായതോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി കരുവന്നൂർ ബാങ്കിന്റെ കേസിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആരൊക്കെയാണോ ഈ കേസിൽ പ്രതികളായിരിക്കുന്നത് അവരെയാണ് ശിക്ഷിക്കേണ്ടത്, അല്ലാതെ അവരെ നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി കേസിൽ ഇല്ലാത്ത ആളുകളുടെ പേര് പറഞ്ഞ് CPM-നെയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെയും തകർക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കപടമുഖം തിരിച്ചറിയണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പിണറായി പറഞ്ഞു വയ്ക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യുകയോ അവർ നിയമ നടപടികൾക്ക് വിധേയരാവുകയോ ചെയ്യട്ടെ. ഇതിന് പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM-ന്റെ സമുന്നതരായ ഉദ്യോഗസ്ഥരിലേക്ക് ഒരു കാരണവശാലും അന്വേഷണം ചെല്ലാൻ പാടില്ല എന്നൊരു താല്പര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും CPM-ന്റെ അണികളും പറയുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. അതെന്ത് തന്നെയായാലും കുറെ നാളുകൾ ശേഷം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നു. പ്രതികരണങ്ങൾക്ക് വളരെ വളരെ മാനങ്ങളുണ്ട്. രാഷ്ട്രീയ വൈര്യത്തോടുകൂടി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കളെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി തളച്ചിടാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ചില കുതന്ത്രങ്ങൾ തന്നെയാണ്. ഇതിൽ ഒരു കാരണവശാലും കേരളത്തിലെ CPM-ഓ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങളോ തടർന്നു പോകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുവാൻ കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ തങ്ങളുടെ പണം നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് ഒരിക്കലും സാധിക്കില്ല. തങ്ങളുടെ ആജീവനാന്ത സമ്പാദ്യം നഷ്ടപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ ഒരു കാരണവശാലും ആശ്വാസകരമാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ഇനിയും ED ഊർജിതമായി അന്വേഷണം നടത്തുമ്പോൾ CPM-നകത്ത് നിന്ന് തന്നെയുള്ള സമുന്നതരായ പലരുടെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചില ദുഷിച്ച പ്രവണതകളും അങ്ങിങ്ങായി ഉണ്ടാകുന്നുവെന്നത് നാം ഗൗരവമായി കാണും. കാരണം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. പലർക്കും വല്ലാത്തൊരു ആർത്തിയാണ്. ഈ ഉള്ള വരുമാനം പോരാ, അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത്. സഹകരണ മേഖലയിൽ സാധാരണ എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ടാണ് നടക്കുന്നത്. പക്ഷേ കുറേ കാലം തുടരുമ്പോൾ ചിലർ ഈ പറയുന്ന ദുഷിച്ച പ്രവണതയ്ക്ക് ഇരയാവുകയാണ്.